കൈ നോക്കി ഫലം പറയാം സാർ. കൈ മാത്രമേ നോക്കുള്ളൂ അതോ കാല് നോക്കൂ? ആക്ഷേപിക്കരുത് സാർ. എറേ പോണം മിസ്റ്റർ. എന്താ വിശ്വാസം വരുന്നില്ലേ? ഈ വീട്ടിൽ നിന്ന് ഒരു കന്യകയെ കാണാതായിട്ട് കുറെ നാളായി. ഹലോ ഹലോ, ഒന്ന് നിന്നേ. പോണം മിസ്റ്റർ. ഒന്ന് നിന്നേ. ഹലോ ഹലോ. കൈ നോക്കണം, കാലും നോക്കണോ? ആക്ഷേപിക്കരുത്. ഇന്നേക്ക് 30-ാം ദിവസം നിന്റെ വലത് കാലൊടിയും. എന്റെ കാലൊന്നും ഒടിയൂല. അത് നീയല്ല തീരുമാനിക്കേണ്ടത്, നാട്ടുകാരാണ്. ഈ വീട്ടിൽ സുഖമായി കഴിയേണ്ട ഒരു കന്യക, അതെ, അവൾക്കായി ഇവിടുത്തെ തൂണും തുരുമ്പും കാത്തിരിക്കുന്നു. ശരിയാണോ? അതെ. ആ, കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ചുവന്ന വസ്ത്രം ധരിച്ച് കന്യകയുടെ വരവായി. അത്ര നല്ല നിമിത്തമല്ല. എനിക്കെന്നല്ലേ? എനിക്കറിയാം, അവൾ വന്നു ചേർന്നാൽ മാത്രമേ അവിടുത്തെ മുഖം പ്രസന്നമാകൂ, മനസ്സ് ശാന്തമാകൂ. സ്വാമി, എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന് ഇനി അറിയില്ല. ഇതിനെല്ലാം ഏക അവകാശി മകളല്ലെങ്കിലും മകളെ പോലെ, കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ അവളെ വളർത്താൻ ശ്രമിച്ചു. പക്ഷേ അരുത്, മനസ്സ് വിഷമിപ്പിക്കരുത്. നിന്റെ ഈ പ്രായത്തിൽ പല കുട്ടിത്വം തോന്നും. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ജീവിതം പന്താടരുത്. മര്യാദയ്ക്ക് വീട്ടിൽ പോ. ഞാൻ പോവില്ല. എന്താ പോയാല്? നിന്റെ വീട്ടിൽ നിന്നാ ഞാൻ വരുന്നത്. നിനക്കവിടെ എന്താ ഒരു കുറവ്? അച്ഛനില്ലെങ്കിലും അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനില്ലേ? ഇവളുടെ പേര് പറയുമ്പോ ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞൊഴുകാണ്, അറിയാമോ? ഞാൻ പോവില്ല. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കേണ്ട ആവശ്യം എന്താ? ആവശ്യം എന്താണെന്നോ? ഇവളിപ്പോ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ പോലീസ് അവളുടെ പിന്നാലെ വരും. മിസ്സിങ്ങിന്റെ പേരിൽ, ഓമനക്കുട്ടന്റെ പിന്നാലെ വരും, കിഡ്നാപ്പിന്റെ പേരിൽ, എന്റെ പിന്നാലെ വരും, ഇവർക്ക് എന്നോട് കൂട്ടുന്നതിന്റെ പേരിൽ. ഇവളിപ്പോ മര്യാദയ്ക്ക് വീട്ടിലോട്ട് പോയാൽ എല്ലാ പ്രശ്നവും തീർന്നു. നീ പോയേ പറ്റൂ. മാർഗരറ്റ്, യെസ്. കഥ തുറക്ക്. തുറക്കാൻ. ഓമനക്കുട്ട, ഇതിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇയാള് വീട്ടിൽ പോണ്ട, ഇവിടെ തന്നെ നിന്നോ. ഞാനും കൂട്ടിരിക്കാം. എന്റെ ജോലിയും പോവും, ജീവിതവും നശിക്കും, പ്രശ്നമല്ല. പക്ഷെ എനിക്കൊന്നറിയണം, എന്താ വീട്ടിൽ പോവാത്തത്? എന്താ വീട്ടിൽ പോകാത്തതെന്ന്. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഞാൻ ഈ പെൺകുട്ടിയെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് കണ്ടു. എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ, പെൺകുട്ടിയെ കണ്ടാ പിന്നെ പെൺകുട്ടിയെ പോലെ ഇരിക്കുന്നല്ലോ, എന്തോ പറയാനാ. 7 ദിവസത്തിനകം ഞാൻ ആ പെൺകുട്ടിയെ നിങ്ങൾ എടുത്ത് കൊണ്ടുവരും. പക്ഷേ ഞാൻ ചോദിച്ച 20,000 റുപ്പീസ് ഇപ്പൊ കിട്ടിയാ കൊള്ളാം. വീടിന്റെ എക്സ്റ്റൻഷൻ പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച 30 ചാക്ക് സിമന്റ് വാങ്ങിച്ചപ്പോ ചാക്കൊന്ന് 130 രൂപ കൂടിക്കൊണ്ടിരിക്കുക. ഒന്ന് പറ, എന്റെ പ്രയാസം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ആരെയോ വിളിക്കുന്നു. ഇറങ്ങി പാടാ വെളിയില്. രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ടടാ. നിന്റെ സമയമെടുത്ത് നോക്കിക്കോ. ഒളിച്ചും പാത്തും നിക്കണ്ട കഴിവേറ മോനെ. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ, പരമദ്രോഹി. എടാ എരപ്പേ, പോലീസിന്റെ യൂണിഫോം എടുത്ത് പിച്ചെടുക്കണവനെ നിന്റെ തൊപ്പിയാൻ തെറിപ്പിക്കോടാ. പൂജക്കെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് എന്റെ അച്ഛനെ വിടാ. അല്ല, അവന്റെ അച്ഛനും സാറുമായിട്ട് എന്താ ബന്ധം? ആർക്കറിയാം? പിന്നെ അവന്റെ അച്ഛൻ എവിടെയെന്ന് സാറിനോട് ചോദിക്കേണ്ട കാര്യം എന്താ? സാർ, നിങ്ങൾ എന്നെ മാതിരി സ്ട്രേറ്റ് ഫോർവേഡ് അല്ല. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്തതുകൊണ്ട് 20,000 റുപ്പീസ് വേണ്ടതുണ്ടോ? അയ്യോ, അത് വേണം. അയ്യോ, സിമന്റ് എന്റെ പേര് പാർവതി.
ഞാൻ ജനിച്ചതും വളർന്നതും ലണ്ടനിലാണ്. അവിടെ ഡാഡിയും മമ്മിയും ഒത്ത് എന്റെ പപ്പ ഒരു ബിസിനസ്സുകാരനായിരുന്നു. പണം ഉണ്ടാക്കുന്നതിൽ മാത്രം പപ്പ ലഹരി കണ്ടെത്തി. ദിവസങ്ങളോളം അല്ല, മാസങ്ങളോളം പപ്പായെ ഞാൻ കണ്ടിട്ടില്ല. പപ്പായുടെ ബിസിനസ് നാൾക്ക് നാൾ ഒന്നിനൊന്ന് ഉയർന്നു വന്നു. ഉണ്ടാക്കിയ പണം എങ്ങനെ സൂക്ഷിക്കണമെന്ന് മാത്രം പപ്പ പഠിച്ചില്ല. എല്ലാ കാര്യങ്ങളും പപ്പ നാട്ടിലുള്ള ജനങ്ങളെ ഏൽപ്പിച്ചു. ബന്ധുവൊന്നും അല്ലെങ്കിലും അയാളെ പപ്പായ്ക്ക് മമ്മിയേക്കാൾ വിശ്വാസമായിരുന്നു. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ടല്ലേ ഒരു രേഖ പോലും ഇല്ലാതെ അദ്ദേഹം എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്? എന്റെ പേരിൽ ആ ബംഗ്ലാവ് വാങ്ങരുത്. കുട്ടികളില്ലാത്ത ശാപമോ എനിക്കുണ്ട്. ഇനിയും ഒരു ശാപം, അതിന് എന്റെ ജീവിതത്തിൽ ഇടമില്ല. പപ്പായുടെ ബിസിനസ് ഒരു നിമിഷം കൊണ്ട് തകർന്നു. എന്നാൽ ആ തകർച്ച നേരിടാനുള്ള ശേഷി പപ്പായ്ക്കില്ല എന്ന് ഞങ്ങൾക്കപ്പോൾ അറിയില്ലായിരുന്നു. കടബാധ്യതകൾ കൂടിയതോടെ പലപ്പോഴും പപ്പായുടെ മനസ്സിന്റെ നിയന്ത്രണം തെറ്റി. ഒടുവിൽ പപ്പ ഒരു മാനസിക രോഗിയെ പോലെയായി. എപ്പോഴും ഒരേ ആലോചന, ആരോടും മിണ്ടാട്ടമില്ല. അങ്ങനെ അവിടെയുള്ളതെല്ലാം വിറ്റ് കടം വീട്ടി ഞങ്ങൾ ഇന്ത്യയിലെത്തി. സന്തോഷത്തിന്റെ നാടുകളായിരിക്കും നാട്ടിലെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ പപ്പ എല്ലാ രീതിയിലും വഞ്ചിക്കപ്പെട്ടു എന്ന് മമ്മിക്ക് മനസ്സിലായി. അവിടത്തെ കാലാവസ്ഥ പോലെയല്ല, ഇവിടെ പെയിന്റ് ഒക്കെ പെട്ടെന്ന് മങ്ങും. വണ്ടൻമേട് എസ്റ്റേറ്റ് വാങ്ങിച്ചതിന്റെ ഡോക്യുമെന്റ്സ് കാണിച്ചില്ലല്ലോ ഇതുവരെ. അതിൽ ചില കറക്ഷൻസ് വന്നുകൊണ്ട് ലോയറെ ഏൽപ്പിച്ചിരിക്കുക. 3 വർഷം മുമ്പ് വാങ്ങിയ എസ്റ്റേറ്റിന്റെ ഡോക്യുമെന്റ്സ് ഇപ്പോഴാണോ കറക്റ്റ് ചെയ്യുന്നത്? അല്ല, അത് എല്ലാം ഒരു വിശ്വാസത്തിന്റെ പേരിലായോണ്ടാ. അത് മനസ്സിലാക്കിയാ മതി. ഓ, ജഗന്നാഥൻ പൊയ്ക്കോളൂ. ഒന്നും നഷ്ടപ്പെട്ടതിലല്ല, ആത്മാവിന് തുല്യ സ്നേഹിച്ച സുഹൃത്ത് തന്നെ വഞ്ചിച്ച വേദനയിൽ പപ്പ ഓരോ ദിവസവും ഉരുകി തീരുകയായിരുന്നു. പപ്പായ്ക്ക് സ്വന്തക്കാരും പപ്പായുടെ പേരിലുള്ളതെല്ലാം തട്ടിയെടുക്കുക എന്നുള്ളായിരുന്നു ജഗനങ്ങളുടെ ഉദ്ദേശം. പപ്പായ്ക്ക് അത് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുകയും ചെയ്യാമായിരുന്നു. ഒരു ദിവസം എന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് കരുതി വിഷമമൊന്നും തോന്നണ്ട. എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒന്നുണ്ട്, ഇത് മരുന്നുകൊണ്ട് മാത്രം മാറുമെന്ന് കരുതി വെറുതെ ഇരിക്കുന്നത് മൗഢ്യാണ്. തിരുമേനി പറഞ്ഞ പോലെ ഒരു പൂജ നടത്തുകയാണ് വേണ്ടത്.